പ്രിയപ്പെട്ടവരെ, വളരെ മനോവിഷമത്തോടെയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഫാദർ പ്രശാന്ത് IMSൻ്റെ ദേഹവിയോഗം ഇപ്പോഴനുസ്മരിക്കപ്പെടുന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരന് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണത്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അച്ഛൻ എന്നെക്കാൾ 2, 3, 4 വർഷം സീനിയറായിരുന്നു. ഞങ്ങളുടെ ഒരു ഇടവകക്കാരാണ്. പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു വൈദിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ അച്ഛൻ്റെ വലിയ വേനൽക്കാല അവധിക്ക് ബ്രദർ പ്രശാന്ത് ആയിരുന്നു ഞങ്ങളുടെ സീനിയർ. ശാന്തവും സൗമ്യവുമായി ഉള്ള അച്ഛൻ്റെ പെരുമാറ്റം ഒരു കാലത്തും കൈമോശം വന്നില്ല. അച്ഛന് ബ്രദറായിരിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് ആ ശാന്തമായ പെരുമാറ്റവും. ക്ഷോഭിക്കേണ്ടി വന്നാൽ പോലും അച്ഛൻ വളരെ നോബിളായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരിക കൾച്ചറാണ്. ഞാനുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിരുന്നു. കാരണം അച്ഛൻ്റെ ഓർഡിനേഷന് ഞാനാണ് അച്ഛൻ്റെ അൾത്താര കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും സഹായിക്കാൻ കൂടിയതുമല്ല. അപ്പോൾ ഒരു ബ്രദറായിട്ട് അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം അച്ഛൻ എന്നെയാണ് ആ വിഷയം ഏൽപ്പിക്കുകയും ചെയ്തത്. അതിലൊക്കെ ഞാനിടയ്ക്ക് ആ ഒരു സൗഹൃദവും സ്നേഹവും വൈദികനായി കഴിഞ്ഞിട്ടും ഞങ്ങൾ സൂക്ഷിച്ചത്. അത് കൂടിയത് അച്ഛൻ ബനാറസിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴാണ്. തിരിച്ച് IMSലേക്ക് വന്നത് ഒരു 90 കാലഘട്ടങ്ങളിലാണ് അച്ഛൻ വരണത്. ആ 90 കാലഘട്ടങ്ങളിൽ വീണ്ടും ആ ബന്ധം. അന്ന് അക്കാലങ്ങളിൽ ഞാൻ കടലോരത്ത് കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കടലോര തിരുവചന ജൈത്രയാത്രയെന്നും പറഞ്ഞ് കടൽ വെഞ്ചരിപ്പുകളും കടലോര കൺവെൻഷനും നടത്തുന്ന ഒരു കാലമാണ്. അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നുള്ള, ഇന്ന് നമ്മൾ ഉടമ്പടിയിൽ പരിപക്വമായിരിക്കുന്ന ആ വിഷയം ബീജാപാപം ചെയ്തത് 90കളിലാണ്. അപ്പോൾ എല്ലാ വർഷവും കർത്താവ് കടലോരത്ത് 10 വർഷം 90 തൊട്ട് 2000 വരെ 10 വർഷം കടൽ മുഴുവൻ വെഞ്ചരിക്കുകയും 5 ദിവസം കടലോരത്ത് വലിയ മഹാകൺവെൻഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പ്രശാന്തച്ചനുമായിട്ടുള്ള ബന്ധം കാരണം, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കാരണം, ഈ ധ്യാനത്തിൻ്റെ മഹാദിനം അവസാന ദിവസങ്ങളിൽ പ്രശാന്തച്ചനെ ഞാൻ വിളിക്കണത്. അപ്പോൾ പ്രശാന്തച്ചനെയാണ് ആ ആരാധനയുടെ അവകാശം പോലെ 10 കൊല്ലം അച്ഛൻ വന്ന് ആരാധന നടത്തുമായിരുന്നു. ഈ പ്രശാന്തച്ചൻ്റെ ആരാധന എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് വലിയ വലിയ നല്ല നല്ല വാക്കുകളും ഇമ്പമാർന്ന സാഹിത്യ ശൈലികളും ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യണ ആരാധനയല്ല, ക്രിസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യണ ആരാധനയാണ്. അപ്പം ആരാധന വെച്ചുകൊണ്ട് ഇമ്പമാർന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല ചിട്ട ചെയ്ത അലക്കി തെച്ച വർത്തമാനങ്ങളൊക്കെ പറയുന്ന കുറേ ആരാധന നമുക്ക് കൂടിയിട്ടില്ലേ. അപ്പം അത് ജനങ്ങളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. എൻ്റെ ആരാധന ബെസ്റ്റ് ആയിരിക്കണം എന്ന രീതിയിൽ. പക്ഷേ പ്രശാന്തത്തിന് എപ്പോഴും ആരാധന നടത്തുമ്പോൾ കർത്താവിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ പലപ്പോഴും വിവേചിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ആരാധന എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ആരാധന ദിവസം എൻ്റെ കൂടെ ആരാധന നടത്തുന്നതിന് അച്ഛനെ ക്ഷണിക്കണം. ഞങ്ങൾ ഒരുമിച്ചാണ് ആ ജോലി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ജനങ്ങളെ ആശ്രയിച്ചിരുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ആ ഒരിടക്ക് വലിയൊരു വിഷയമുണ്ടായി.
അച്ഛനെ അനുസ്മരിക്കുമ്പോൾ എല്ലാം അനുസ്മരിക്കപ്പെടണം. ഒന്ന്, അച്ഛൻ്റെ രണ്ടാമതൊരു വിഷയം അച്ഛൻ്റെ റെഡിനെസ് ടു ഹെൽപ്പാണ്. റെഡിനെസ് ടു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപായപ്പെട്ട സാഹചര്യത്തിൽ എക്സ് ഓർ വൈ ആര് പറഞ്ഞാലും അച്ഛൻ ആ കേസ് അറ്റൻഡ് ചെയ്യും. എനിക്കെതിരെ കേസുണ്ടായിരുന്നു. അതായത് ഈ കടലോര കൺവെൻഷൻ 97 ധ്യാനം ചാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 ദിവസം 5 പ്രധാനപ്പെട്ട പ്രഗത്ഭന്മാരാണ് ധ്യാനിപ്പിക്കുന്നത്. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട അന്നിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ധ്യാനകേന്ദ്രങ്ങളിലെ ധ്യാനപ്പെട്ട മഞ്ഞുമ്മൽ, അന്ന് കത്ത് നിൽക്കുന്ന ജ്വലിക്കുന്ന സമയമാണ്. മഞ്ഞുമ്മൽ അച്ഛന്മാർ ഇതിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ മുരിങ്ങുളത്തെ ബ്രദേഴ്സ്, PG ആൻ്റണി, അതുപോലെ തന്നെ അരവിന്ദാക്ഷ മേനോൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അദ്ദേഹമൊക്കെ വന്ന് വളരെ ശക്തമായ രീതിയിൽ കൃപാസനത്തിൻ്റെ ഭാഗമായി ധ്യാനിപ്പിച്ച ആൾക്കാരാണ്. ഒരു ദിവസം വലിയൊരു ഷോക്കുണ്ടായി. ആ സമയത്ത് അരവിന്ദാക്ഷ മേനോനും PG ആൻ്റണിയും ധ്യാനത്തിന് വരുന്നില്ല എന്ന്. ഇപ്പോൾ ഈ നാളെയാണ് ധ്യാനമെങ്കിൽ ഇന്ന് എനിക്ക് അവിടെ നിന്ന് മെസ്സേജ് കിട്ടി. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉരുകിപ്പോയി. കാര്യം അന്ന് PG ആൻ്റണിയുടെ അരവിന്ദാക്ഷ മേനോൻ്റെയൊക്കെ ബ്രദേഴ്സിൻ്റെ കേരളത്തിൽ ഒന്നാമത്തിൽ മനോരമയുടെ സപ്ലിമെൻ്റൊക്കെ ഇറങ്ങിയ കാലമായിരുന്നു. അതിൽ മുഴുവനും ഈ മനോരമ സപ്ലിമെൻ്റിൽ ഈ അരവിന്ദാക്ഷ മേനോനെയും PG ആൻ്റണിയെയും കുറിച്ച് ബ്രദറിനെ കുറിച്ചൊക്കെ ഫോട്ടോ സഹിത ഫീച്ചേഴ്സ് ഉണ്ടായിരുന്ന ജനങ്ങളിങ്ങനെ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു കാലമാണത്. അപ്പോൾ ഇവർ വരുന്നില്ലെന്ന് കേട്ടപ്പോൾ പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് വിഷയം എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. എനിക്ക് അറിഞ്ഞത് മുറിയൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എന്തോ സഭാപരമായ വിഷയങ്ങളാൽ അവർ അവിടുന്ന് മാറ്റിയ ഒരു ബ്രദറിനെ അറിയാതെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തു. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വന്ന് സംസാരിക്കുമ്പോൾ ഈ ബ്രദറിനെ പോലെ അവരെയും കൗണ്ട് ചെയ്യാൻ സാധ്യതയുള്ള കാരണം അങ്ങനെ എന്തോ കേസൊക്കെയാണ് അത് വിഷയം. എനിക്ക് അപ്പോൾ എന്ത് കേസായാലും അത് അവർ തമ്മിലുള്ളൊരു വിഷയങ്ങളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ ഇവരുടെ പേരൊക്കെ എല്ലാം പ്രസിദ്ധീകരിച്ചു പോയി. അപ്പോൾ അന്ന് വളരെ സങ്കടകരമായൊരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് പ്രശാന്തച്ചനെ പോയി കാണാമെന്നാണ്. പ്രശാന്തച്ചനും ഇതുപോലെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമാണത്. 97 അതൊക്കെ പറഞ്ഞു. അച്ഛൻ വന്നിട്ട് 7 കൊല്ലത്തോളമായി. IMS ഇങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ മർമ്മത്തിലേക്ക് വരണ സമയമാണ്. ഞാൻ പ്രശാന്തച്ചനെ ചെന്ന് കണ്ടിങ്ങനെ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ. അപ്പം ചെന്നപ്പോൾ അപ്പോൾ അച്ഛൻ ആന്തരിക സൗഖ്യ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആദ്യമൊക്കെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ വന്നു. ഞാൻ പറഞ്ഞു, എന്നാ ജോസഫ്? ഞാൻ പറഞ്ഞു, ഇന്ന കാര്യം സംഭവിച്ചു. വെയിറ്റ് എ മിനിറ്റ് ഇങ്ങനെ പറയും, വെയിറ്റ് എ മിനിറ്റ്. എന്നിട്ട് അച്ഛൻ ധ്യാനം വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങിയത്. എന്നാൽ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് ഞാൻ വിചാരിച്ചത് അച്ഛൻ ഉടനെ പനക്കൽ അച്ഛനെയോ ആരെങ്കിലും സുപ്പീരിയേഴ്സിനെ വിളിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ വിളിക്കുകയല്ലേ ചെയ്തത്. വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അപ്പം തന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഒരുമിച്ച് മുരിങ്ങൂർ പോയി അധികാരികളെ കണ്ട് കാര്യങ്ങളെ ക്ലാരിഫൈ ചെയ്തു. അപ്പം എനിക്ക് അവിടുത്തെ എല്ലാവരെയും ഒന്നും അറിയത്തില്ല. പിന്നെയാണ് മരിക്കുന്ന നായ്ക്കമ്പല അച്ഛനെയും അക്കാലങ്ങളിൽ പനക്കലച്ഛനെയൊക്കെ കൂടുതൽ പരിചയപ്പെട്ടത്. പക്ഷേ പ്രശാന്തച്ഛനെ ഇവരെ എല്ലാവരെയും കൃത്യമായിട്ട് അറിയാമായിരുന്നു. പ്രശാന്തച്ഛൻ പനക്കലച്ഛനോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. കൺവെൻഷനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ജെനുവിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ജനങ്ങളെക്കുറിച്ച് പങ്കെടുക്കുന്ന ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു, എല്ലാം കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്കോസ് അച്ഛൻ അത് ബ്രദേഴ്സ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒറ്റ വിഷയം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് അവർക്ക് ചിന്തിക്കണതേ എന്നെ അത് കുറച്ച് വളർത്തിയിട്ടുണ്ട്. എന്നാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം പറയുമ്പോൾ റെഡിയായിട്ട് നേരെ കയറി വണ്ടിയിൽ കയറി ഒരുമിച്ച് വന്ന് സഹായിക്കാനുള്ള മനസ്സൊക്കെ അല്ലേ, അത് ഒരു വിശുദ്ധിയുടെ ഒരു ലക്ഷണമാണത് ശരിക്കും. പിന്നീട് ഒരു ദിവസം വേറെ രസമുണ്ടായി. വേറെ രസം വെച്ചാൽ ഇപ്പോൾ
2000 ആയി. 2000 ആയപ്പോൾ എൻ്റെ ഈശോ 2000 90 തൊട്ട് 2000 വരെ കടവര കൺവെൻഷനും തീരദേശ വിശുദ്ധീകരണം നടത്തിയപ്പോൾ ഈശോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എന്നോട്. അവിടെ ഞാൻ അനൗൺസ് ചെയ്ത് കടലോരത്ത് 2 ലക്ഷം ആൾക്കാരൊന്നുണ്ട്, ഇതോടുകൂടി കടലോരത്തെ കൺവെൻഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാലും ബാക്കി എന്താണ് നമുക്കതിനെക്കുറിച്ച് ആ സമയത്ത് ഈശോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ബ്രിമ്മിൽ വെച്ചാണ് ഈ മെസ്സേജ് വരണത്. ഞാൻ അപ്പം തന്നെ നല്ല ബോധ്യത്തിൽ അനൗൺസ് ചെയ്ത് കടലോര കൺവെൻഷൻ 2001 വെച്ച് ഇവിടെ നിൽക്കുകയാണ് 10 കൊല്ലത്തെ. അത് ശരിയാണത്. കാരണം സുവിശേഷ പ്രഘോഷണ ദശകമായിരുന്നു. ആ ദശകം തീർന്ന് മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതാണ് സുവിശേഷ പ്രഘോഷണ ദശകത്തിൽ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, റീഇവാഞ്ചലൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആത്മാവ് നിറയെ അഭിഷേകത്തിലാണ് തീരദേശം തിരഞ്ഞെടുത്ത് ആ ശുശ്രൂഷ ചെയ്തത്. പക്ഷേ 2000 ആയപ്പോൾ അത് ക്ലോസ് ചെയ്തു. പിന്നീട് ജപമാല സഖ്യങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് കലവൂരിലേക്ക് മിഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ 2001 ആയപ്പോൾ ഞാൻ പ്രശാന്തത്തിനെ പോയി കാണും. പ്രശാന്തനെ പറഞ്ഞ വെച്ചാൽ മിഷൻ കലവൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പം അച്ഛൻ വന്നത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അച്ഛൻ വന്ന് കലവൂർ വന്ന് മിഷൻ ഞങ്ങൾ അന്നിവിടെ റീത്ത പുണ്യാളത്തിൻ്റെ പെരുന്നാളുണ്ടായിരുന്നു. അപ്പം അന്ന് പെരുന്നാളിന് റീത്ത പുണ്യാളത്തിൽ ബ്രദർ ഫ്രാൻസിസ് ഇരിക്കുന്ന കാലമാണ്. നമുക്ക് സ്ഥലം തന്നത് ബ്രദർ ഫ്രാൻസിസ് ആണ്. 17 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പം അന്ന് അത് അവിടെ കൊണ്ടുവന്ന് നമ്മളൊരു 8 തൂണിട്ടിട്ട് മുള കുഴിച്ചിട്ടിട്ട് 2 ടർപ്പുകൾ വഴിച്ച് കെട്ടി ഒരു 10 പേരുടെ ധ്യാനങ്ങൾ. അതിന് റീത്ത പുണ്യാളത്തിലെ പെരുന്നാളിന് അച്ഛനാണ് വരണത് കൊടിയേറ്റാൻ വേണ്ടി വിളിച്ചത്. അപ്പം അച്ഛൻ കൊടിയേറ്റ് കുർബാന ചൊല്ലി. അവിടെ കുർബാന ചൊല്ലി കൊടിയേറ്റി കഴിഞ്ഞതിന് ശേഷം അതൊരു ജൂലൈ 23-ാം തീയതി ജൂലൈ 6-ാം തീയതിയാണ്. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ കിഴക്കോട്ട് നോക്കി പ്രശാന്തൻ പറഞ്ഞു, 15 കൊല്ലം കഴിയുമ്പോൾ ഈ ശുശ്രൂഷയെ കർത്താവ് എലിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ അവസ്ഥയിലെന്ന് വെച്ചാൽ വളരെ മോശം കാലാവസ്ഥയാണ്. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങളെല്ലാം കടലോരത്താണ് കിടന്നു കൊച്ചുമേന്. പക്ഷെ അവർക്കാർക്കും ഡയറക്റ്റ് കലവൂരിലേക്ക് വരാൻ നല്ല കാശ് മുടക്കണം, ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചാൽ വരാൻ പറ്റത്തുള്ളൂ. ഇന്നും അങ്ങനെയാണ്, ബസ് സർവീസ് ഡയറക്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ആളുമില്ല. ഈ കലവൂർ ഇടവകയിലാണെങ്കിൽ വളരെ ഒരു 10-100 വീട്ടുകാരൊക്കെ ഉള്ളു. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമുക്കില്ലായിരുന്നു. ഇടവക പള്ളികളും ഉണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവ് മനസ്സിൽ നിന്ന് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന കാരണം തുടങ്ങി വെച്ചതാണ്. പക്ഷേ തുടങ്ങി വെച്ചപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ ശുശ്രൂഷ എലിവേറ്റ് ചെയ്യുന്നു, കർത്താവ് എടുത്തുയർത്തുമെന്ന് പറഞ്ഞു. അത് കറക്റ്റാണെന്ന് ശരിക്കും പറഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 2016 നമുക്ക് 15 കൊല്ലം കഴിഞ്ഞ് 16 അമ്മ ഉടമ്പടി തരണത്. അതുവരെ ശുശ്രൂഷ പലതായിട്ട് നടക്കുമായിരുന്നു, ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ എന്നാലും ആ പ്രശാന്തച്ചൻ പറഞ്ഞ 15-ാമത്തെ കൊല്ലത്തിൽ ശുശ്രൂഷ എലിവേറ്റ് ചെയ്തു. അത് ഇടയ്ക്കൊക്കെ അച്ഛൻ ചോദിക്കും, ഇടയ്ക്ക് ജോസഫച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അച്ഛൻ്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അച്ഛൻ ഹിന്ദി ആയിരുന്നില്ല മുഴുവൻ. IMS ഇന്ത്യൻ മിഷൻ സൊസൈറ്റി കാരണം ആ മേഖല ഹിന്ദി മേഖല ഇവാഞ്ചലൈസേഷൻ അവർക്കുള്ളത്. അച്ഛൻ പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ ഹിന്ദി ആക്സെൻറ്റിലാണ് നമ്മൾ സംസാരിക്കണേ. അത് എങ്കിലും അതൊക്കെ നമുക്ക് കൈമോശം പറയുമ്പോൾ തോന്നി ഇപ്പോൾ. അതായത് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എന്നെ കാണും. ഞാനിങ്ങനെ പല സംഘർഷത്തിലൂടെ പോകണമെന്നൊക്കെ അച്ഛനെ അറിയാം. അപ്പോൾ ജോസഫച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടിയാലും ഞാൻ അച്ഛൻ്റെ അടുത്താണ് പോയി ഇരിക്കണത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമില്ല വിഷയങ്ങൾ, പരസ്പരം പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞൊരു 10-20
കത്തോലിക്കർക്കെതിരെ ഉന്നയിക്കുന്ന കുറേ വിശ്വാസ വിഷയങ്ങൾക്ക് ഒരു 10-20 ചോദ്യങ്ങൾക്ക് കൃത്യ ഉത്തരങ്ങൾ എഴുതിയിട്ട് അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ലീഫ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇടവകയുടെ BCC ഗ്രൂപ്പുകളിൽ പഠിപ്പിച്ച് ഒരു ട്യൂട്ടർമാർ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അവർക്ക് സമ്മാനം കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അപ്പോൾ എനിക്കിത് പ്രചരിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട് മേഖലയിൽ. അപ്പോൾ ഇതിനൊരു പുസ്തകം അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ സാമ്പത്തികമൊന്നും ഉള്ള കാര്യം കടവരം നടത്തിയെങ്കിലും പിരിവൊന്നും നടത്തിയില്ലായിരുന്നു. അപ്പോൾ സ്വസക്കാഴ്ച കൊണ്ട് തന്നെ നടത്തി, പിന്നെ കടം വരുമായിരുന്നു അതിന്. അപ്പോൾ അത് അച്ഛനെ അറിയാമത്. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് പുസ്തകം അടിക്കണമെങ്കിൽ ഒരു 10-60,000 രൂപ വേണം. അപ്പോൾ പ്രശാന്ത് അച്ഛൻ പറഞ്ഞ് ജോസഫ് അച്ഛൻ പുസ്തകം പ്രിൻ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകം പ്രിൻ്റ് ചെയ്ത് എന്നിട്ട് അച്ഛൻ തന്നെ അത് IMS ഇൻട്രൊഡ്യൂസ് ചെയ്ത് അച്ഛൻ തന്നെ അത് കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ പൈസ മുഴുവനും IMS പേ ചെയ്ത് 60,000 രൂപയുള്ളൂ അന്ന് പ്രശാന്ത് അച്ഛൻ. അപ്പോൾ അത് ഏത് വിഷയം പറഞ്ഞാലും അച്ഛൻ ഒരു വളരെ മോശം കാലഘട്ടങ്ങളിൽ അച്ഛനൊരു ശരിക്കും ഒരു നല്ല ഒരു സതീർത്ഥ്യനും അതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായിരുന്ന ആ ഒരു ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ 40 പൗരോഹിത്യത്തിന് 40 വർഷം പൂർത്തിയാക്കിയപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു അവിടെ ഒരു IMSൽ ഒരു ശുശ്രൂഷയ്ക്ക്. അതുപോലെ തന്നെ അച്ഛൻ്റെ അനുമോദന യോഗത്തിൽ. അപ്പം ഞാൻ ഇതൊക്കെ അവിടെ അനുസ്മരിച്ചതാണെന്ന്. അതുപോലെ അച്ഛന് ഞാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം വിളിച്ചായിരുന്നു ഇവിടെ അച്ഛൻ്റെ നന്ദി കുർബാന, അച്ഛൻ്റെ 40 വർഷത്തിൻ്റെ നന്ദി കുർബാന ചെല്ലാൻ വേണ്ടി. അപ്പോൾ വളരെ ജ്യേഷ്ഠനും അനുജനും പോലെയുള്ള ഒരു ആത്മബന്ധത്തിൽ സ്വന്തം നാട്ടുകാരൻ, അതേസമയം തന്നെ ഒരേ ശുശ്രൂഷ ചെയ്യുന്നവരെ, പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ചു പോകുന്നവർ, ഒരുമിച്ച് ദൈവജനത്തിൽ സമർപ്പിതരായവർ, ഒരാളിങ്ങനെ കർത്താവ് വിളിച്ചിട്ടു കർത്താവിൻ്റെ അടുത്തേക്ക് ആ ജോലി പൂർത്തിയാക്കി പോവുകയാണ്. ഞാൻ ഇന്നലെ അച്ഛൻ്റെ വിയോഗത്തോട് ഞാനങ്ങനെ അസ്തപ്രജനായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് 10 കൊല്ലം നേരത്തെ നീ അച്ഛനെ വിളിച്ചല്ല എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ പറഞ്ഞത് 20 കൊല്ലം നേരത്തെ വിളിച്ചിരിക്കണമെന്ന്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 20 കൊല്ലത്തെ ജോലി കൂടി അച്ഛൻ ചെയ്തിട്ടുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറയണത്. 20 കൊല്ലത്തെ ജോലി എക്സ്ട്രാ ചെയ്തിട്ടാണ് അച്ഛൻ പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റാണ് അതിനകത്ത്. കർത്താവിൻ്റെ മനസ്സിൽ കൊണ്ട് കർത്താവിനെ കൈമാറാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷത്തിൻ്റെ ഒരു തീഷ്ണതയുടെ മാതൃകയായിരിക്കുകയാണ്. അച്ഛനെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അച്ഛൻ്റെ ചൈതന്യങ്ങൾ ബാക്കി അവശേഷിപ്പിച്ചു പോയത് സ്വീകരിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.